ഇന്ന് നമുക്ക് സ്രാവ് കൊണ്ട് ഒരു അറബി ഡിഷ് ജഷീദ് പറയും. അറബിയിൽ ഗസ്ബൂസ് എന്നാണ് ഈ മീനിന് പറയുന്നത്. നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാണ്ട് ചിറകൂതൊക്കെ കട്ട് ചെയ്ത് നമുക്കിത് പീസാക്കി എടുക്കണം. ഇതിൻ്റെ തല നമുക്ക് ആവശ്യമില്ല, നമ്മൾ വെട്ടിയിട്ട് കളയുന്നതാണ്. पेट ओपन करो, पेट ओपन करो, पेट हाथ दिखा रहा है. നമുക്കിത് അതിൻ്റെ വേസ്റ്റും കച്ചറയൊക്കെ കളഞ്ഞിട്ട് നല്ല കട്ടിയിൽ മുറിച്ചെടുക്കണം. നല്ല കട്ടിയുള്ള പീസാക്കിയിട്ട് എടുക്കുക. വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്കിത് വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു 3-4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 നാരങ്ങ സ്ലൈസ് ആക്കിയിട്ട് അതും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു 1.5 മണിക്കൂർ ബോയിൽ ചെയ്തെടുക്കണം. നാല് സവാള, 2 വെളുത്തുള്ളി, 3 പച്ചമുളക് ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കുക. കറിവേപ്പില, ഡ്രൈ ലെമണും ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ച് നല്ല തിളച്ച് വരുന്നുണ്ട്. നല്ല വെന്ത് വരണം. അത് 1 മണിക്കൂറിന് ശേഷം നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1.5 മണിക്കൂറായി. നമുക്കിത് വെള്ളം മാറ്റി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ സ്കിന്ന്, ബോണെല്ലാം റിമൂവ് ചെയ്ത് മീറ്റ് മാത്രമാക്കി എടുക്കണം. സ്കിന്നും ബോണൊക്കെ മാറ്റിയെടുക്കണം. നമ്മളെല്ലാം ബോണ് സ്കിന്നൊക്കെ വേറെടുത്ത് നമുക്കിതിൻ്റെ വെള്ളം നല്ല പിഴിഞ്ഞ് കളയണം. ഇതിലൊരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കണം. ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ച് കഴിഞ്ഞാൽ ഒലീവ് ഓയിൽ വെച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ വെച്ചിട്ട് ഉള്ളി നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് കറിവേപ്പില, പച്ചമുളക്, ഡ്രൈ ലെമണിൻ്റെ പൗഡറാണ് 2 സ്പൂണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്കുള്ള മസാല, അറബി മസാല ഒരു 3 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1.5 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, ജീര പൗഡർ 1.5 സ്പൂണ്, കൊറിയാണ്ടർ പൗഡർ 1.5 സ്പൂണ്. കാരപ്പൊടികളെല്ലാം അതിലിട്ട് കൊടുക്കുക. നമ്മൾ
നമ്മൾ ആ മീൻ ഇതുപോലെ പൊടിച്ച് നല്ല വെള്ളമൊക്കെ കളഞ്ഞ് നല്ല പൊടിയാക്കിയിട്ട് എടുക്കുക. അതിലേക്ക് ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ അറബി മസാല ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യുക. മസാല നല്ല സെറ്റ് ആയിക്കണ്. ഇനി നമുക്ക് പൊടിച്ച് വെച്ച മീൻ കുറച്ച് ചായക്ക് ഇട്ട് കൊടുക്കും. പകുതി ആദ്യം ഇടുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി ആഡ് ചെയ്യാം. നല്ലോണം മസാലയായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി ആഡ് ചെയ്തു. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി ആഡ് ചെയ്തു. നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ 2 സെറ്റും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൊണ്ടിട്ട് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്കാവട്ടെ. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള വൈറ്റ് റൈസ് ഉണ്ടാക്കുന്ന നമ്മൾ ജസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. വൈറ്റ് റൈസിൻ്റെ കൂടെ ഇതിൻ്റെ കോമ്പിനേഷൻ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം.